ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു ഈദ് ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അപ്പോൾ കുളിച്ച് റെഡി ആയിട്ട് മേക്കപ്പും സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. ആദ്യം തന്നെ ഞാനൊരു ഷീറ്റ് മാസ്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷീറ്റ് മാസ്ക് പൊട്ടിക്കുന്ന രംഗം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതിന് അൺബോക്സ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ മുഖത്തിടണമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ അതിന് സ്മെല്ലൊരു അടിപൊളി സ്മെല്ലായിരുന്നു. ഇത് മുഖത്തിട്ടപ്പോൾ തന്നെ നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ പാക്കറ്റിൽ കുറച്ച് സെറം ബാക്കി ഉണ്ടായിരുന്നേ, അതുകൂടെ ഞാൻ മുഖത്തോട്ട് അപ്ലൈ ചെയ്തു കേട്ടോ. കേട്ടോ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണോ വെക്കണ്ടേന്ന് എനിക്ക് അറിയത്തില്ല. വെച്ചിട്ടുണ്ട്, ഇവിടെ ഇത് ഒട്ടിയിരിക്കുന്നില്ല. ഇതുപോലെയാണ്. ഓക്കേ, എന്നെ കണ്ടിട്ട് എന്തൊക്കെയാണ് ചിരി വരുന്നത്. ഓക്കെ, ഇത് നമ്മളൊരു 10-15 മിനിറ്റ് വെക്കണം. അപ്പോൾ നമുക്ക് 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് എടുത്ത് നോക്കാം. വെച്ചെടുത്ത് മാത്രം. അപ്പോൾ ഞാൻ ഇത് വെച്ച് പെട്ടെന്ന് ഇങ്ങനെ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ഈ ഒരു റോസ് വാട്ടറാണ്. ഇത് നല്ലൊരു റോസ് വാട്ടറാണ്. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ അവിടെ മറച്ച് വെച്ചിട്ട് ബാക്കി മുഖത്ത് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇതും കുറച്ച് സ്കിന്നിലോട്ടേക്ക്, അങ്ങനെ അതും സ്കിന്നിലോട്ട് അബ്സോർബായി. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഷേത്തിൻ്റെ ഈ ഒരു കേസർ ആൻഡ് കോജിക് ആസിഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഇത് ഞാനിപ്പോൾ ഏകദേശം ഒരു 4 months ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിത് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് യൂസ് ചെയ്തതിന് ശേഷം. പിന്നെ പിമ്പിൾസോ അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെൻ്റെ സ്കിന്നുമായിട്ട് നല്ലോണം മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനം കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ. ഞാൻ ഡോക്ടർ ഷേത്തിൻ്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ മോയ്സ്ചറൈസറിൻ്റെ തന്നെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഫിംഗറിൽ ഒരു 2 അല്ലെങ്കിൽ 3 ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ ഒരു സൺസ്ക്രീന് ഞാനിപ്പം ഏകദേശം ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന സമയം തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീൻ ആട്ടോ. അങ്ങനെ നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് മേക്കപ്പിലോട്ട് പോകാം. ഓക്കെ, ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ ഈ ഒരു 3-in-1 ഫൗണ്ടേഷൻ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ. നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ ഈ ഒരു സാധനം കൂടി യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ വരുന്ന സ്റ്റെപ്സൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒറ്റൊരു സാധനം യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ കുറച്ച് തിളങ്ങി നിൽക്കാൻ എല്ലാം കൂടെ ഇട്ടെന്നേ ഉള്ളൂ. ഡോട്ടായിട്ട് ഇത് നമുക്ക് സ്പഞ്ചോ അല്ലെങ്കിൽ ബ്രഷിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് കൈയോടെ തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഇപ്പം ഇതിട്ടപ്പോൾ തന്നെ നമുക്ക് ഒരു ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട പോലെയൊന്നും അത്ര കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ നെക്കിലൂടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓക്കെ, എൻ്റെ ഈ ഫൗണ്ടേഷൻ പൊട്ടി കൊടിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ ഇത് ഷുഗർ പോപ്പിൻ്റെ
ഷെയ്ഡ് 03 ഇട്ടാ. 03 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓവറായിട്ട് കൊള്ളാവുമെന്ന് അറിയത്തില്ല. നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസിൻ്റെ ഇതുണ്ടെന്ന് അറിയാം. പ്ലീസ് ഗൈസ്, പ്ലീസ് സഹകരിക്കൽ പ്ലീസ്. ആൻഡ് ഐ എം യൂസിങ്, ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ട് ചെയ്യാറില്ല കേട്ടോ. പൊതുവേ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്പഞ്ച് വെച്ച് ചെയ്യുക കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് എൻ്റെ കയ്യിൽ കൺസീലർ ഇല്ല, അപ്പം ഞാൻ ഫൗണ്ടേഷൻ തന്നെ ജസ്റ്റ് കണ്ണിൻ്റെ മേലെയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു ഗായ്സ്. ഓക്കെ, നിങ്ങൾക്ക് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇടാം. ഞാനിപ്പം എന്തായാലും ഇത്ര യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓവറായാൽ കൊള്ളാവും, അതുകൊണ്ട് നമ്മൾ ഇത്ര യൂസ് ചെയ്യണം. ഞാൻ ഇവിടെ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത് എറ്റ്യൂഡ് ഹൗസിൻ്റെ വാട്ടർ ടിൻ്റ് കേട്ടോ. അപ്പോൾ നമുക്കിത് ലിപ്സിൽ വേണമെങ്കിൽ ലിപ്സിലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ബ്ലഷായിട്ടും യൂസ് ചെയ്യാം. അപ്പം ഇത് എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടായിരുന്നു. ഉമ്മ എന്തോ എടുത്തപ്പം ഫുള്ള് കമത്തി കളഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എനിക്ക് എൻ്റെ മേക്കപ്പിൽ ഏറ്റവും ഇഷ്ടമായ പാട്ടാട്ടോ ഈ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ എൻ്റെ ഉമ്മക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പാട്ടാണ്. അങ്ങനെ നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുത്തു ഗായ്സ്. കുറച്ചധികം ഇരിക്കട്ടെ, എന്തായാലും ചുടുക്കിനെ പോലെ ഉണ്ടോ എന്ന് അറിയത്തില്ല. ചുടുക്കിനെ പോലെ ആവുന്നതിന് മുമ്പ് നമുക്ക് നിർത്താം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പം ദേ ഒരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഐ ഷാഡോ ആണ്. ഞാൻ ഇവിടെ ഐ ഷാഡോ എടുത്തിട്ടുള്ളത്. പിള്ളേരെ ബാക്കിൽ നിന്ന് സൗണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ ഐ ഷാഡോ നെയ്ക്കാഡോ ഒരു ഐ ഷാഡോ പാലറ്റാട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ ആദ്യം ഞാൻ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മേൽ എഴുതി കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ ഡാർക്ക് ഷെയ്ഡില്ലേ അതുകൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ കൈ വെച്ച് തന്നെ ഇട്ട് കൊടുക്കുന്ന ബ്രഷിൻ്റെ ഒന്നും എനിക്ക് ആവശ്യമില്ല, കാരണം ഞാൻ എന്നും കൈ വെച്ച് ഇടാറ്. അപ്പം അത് തന്നെയാണ് ശീലം. അപ്പം നമ്മൾ ഇനി കുറച്ചൊരു കുറച്ച് ഡാർക്ക് ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യട്ടെ. ഇത് വേറൊരു ഐഷാഡോ പാലറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് നമ്മൾ ഈ ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ കുറച്ച് ഒരു സ്മോക്കി എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്മോക്കി എഫക്റ്റ്. എന്നിട്ട് നമുക്ക് വേറൊരു കൈ വെച്ച് ഇത് മൊത്തം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ഷിമ്മർ ഷെയ്ഡും കൂടെ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഷിമ്മർ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യുന്നത്
ഈ ഒരു ഐ ഷാഡോ പാലറ്റിന് ഈ ഒരു പിങ്ക് ഷിമ്മറിങ് കളറാട്ടോ. അത് ജസ്റ്റ് നമുക്ക് കണ്ണിൽ എഴുതി കൊടുക്കാം. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കിനായിട്ട് ആദ്യം ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈനർ ആട്ടോ. എനിക്ക് ലിപ് ലൈനർ ഹോണസ്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, അറിയത്തില്ല. എന്നാലും നമ്മൾ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഫേസസ് കാനഡയുടെ ഒരു എന്തോ ഒരു ഷെയ്ഡ്, എന്തിൻ്റെ ഷെയ്ഡിൻ്റെ പേര് ഐ ഫോർഗെറ്റ്. നമുക്ക് വേറൊരു ലിപ്സ്റ്റിക് കൂടെ ഉണ്ട്. ഇത് റിമ്മൽ ലണ്ടൻ്റെ ഷെയ്ഡ് 311 ആട്ടോ. ഇതുകൂടെ നമ്മൾ ലാസ്റ്റ് ഇതൊരു ഓറഞ്ച് ബേൺ ഷെയ്ഡാട്ടോ. ഐലൈനർ യൂസ് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ഐലൈനർ ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഉമ്മാൻ്റെ ഐലൈനർ എടുത്തിട്ടാണ് വന്നത്. അപ്പം നമുക്ക് എഴുതി കൊടുക്കാം. അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് എഴുതാൻ അറിയത്തില്ല, എന്നാലും നമുക്ക് എഴുതി കൊടുക്കാം. ആദ്യം ഒരു വിങ്സ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്യാം. ഓക്കെ, അടുത്ത കണ്ണ് നമുക്ക് അതുപോലെ വിങ്സ് വരക്കുക. ഇങ്ങനെ ജോയിൻ. I am sorry for background അലമ്പ്. പണ്ട് എനിക്ക് സ്കൂളൊക്കെ പോകുമ്പം ഇങ്ങനെ താഴെ മേലും ഒക്കെ എഴുതി പോകണമായിരുന്നു. ഒരു 9th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോൾ ഞാൻ ലൈനറും പിന്നെ അതുപോലെ തന്നെ കൺമഷിയൊക്കെ എഴുതുന്നത് നിർത്തി. പിന്നെ ഞാൻ കണ്ണിന് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ ഭയങ്കരമായിട്ട് അലർജി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അലർജിക്കായിട്ട്, അതായത് ഭയങ്കര ചുമന്നിട്ട് കണ്ണ്, അങ്ങനൊരു ഇത് വന്ന പിന്നെ ഞാൻ താഴെ എഴുതുന്നത് നിർത്തി. പിന്നെ മേലെ വല്ലപ്പോഴും ഇതുപോലത്തെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എഴുതത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ മേക്കപ്പ് സെക്ഷൻ കഴിഞ്ഞു. ഈ ഒരു സിമ്പിൾ മേക്കപ്പാണ്. ഇനി നമുക്ക് കമ്മലിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു കമ്മലാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ഇട്ട് കൊടുക്കാം. ഓ മൈ ഗോഡ്. മുടി കുറച്ച് ഉണങ്ങാനുണ്ട്, എന്നാലും ഒരു സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളയിട്ട് ഇത് അവർ ഇങ്ങനെ തന്നെ പെയർ ചെയ്ത് തന്നത് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തെ ഇതുപോലെ ഒരു ജുംക സെറ്റ് പോലെ കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് ഇങ്ങനെ ജുംക സെറ്റ് പോലെയാണ്.